ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 93ാമത് ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുചിത്വ ബോധത്തെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം പോകുവാൻ എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ശുചിത്വ പരിപാലനത്തിൽ ഓരോ ഗൃഹനാഥയുടെയും വീട്ടമ്മയുടെയും റോള് ഭയങ്കരമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഗൃഹസ്ഥാശ്രമം അതിൻ്റെ ദീപമായിട്ട് നിലകൊള്ളുന്നതും നിലകൊള്ളേണ്ടതും വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടമ്മയ്ക്ക് വളരെ അധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു അച്ഛനേക്കാളും കൂടുതൽ ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അവൻ എന്ത് പഠിച്ചാലും ഏത് മൂല്യങ്ങൾ ഉൾക്കൊള്ളണമെങ്കിലും തീർച്ചയായിട്ടും അമ്മയുടെ സ്വാധീനമാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശുചിത്വ പരിപാലനത്തിൽ നമ്മൾ ശിവഗിരിയിലേക്ക് ഉള്ള തീർത്ഥാടനത്തിന് ശുചിത്വത്തെക്കുറിച്ച് അത്രയും പറയുന്നതിൻ്റെ കാരണം തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് ഗുരു ശുചിത്വം പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശിവഗിരിയിലേക്ക് വരുമ്പോൾ ആ ആളുകൾ ശിവഗിരിയിൽ വന്നിട്ടല്ല ഈ ശുചിത്വബോധം മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ സന്ദർഭങ്ങളിലും ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് സ്വാംശീകരിച്ച് അത് നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കുടികൊള്ളുന്നത് അമ്മയിലാണ്. അതുകൊണ്ട് ഈ ശുചിത്വ പരിപാലന ബോധം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ എളുപ്പവും ഒരമ്മയ്ക്ക് തന്നെയാണ്. അപ്പോൾ അമ്മമാർ എത്രമാത്രം ഉൾക്കാഴ്ചയോടുകൂടി ആയിരിക്കണം ശരീരശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും ഗൃഹശുദ്ധിയും ഒക്കെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും കുഞ്ഞുങ്ങൾ ഏറ്റവും മാതൃകയായിട്ട് കാണുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയുമാണ്. പിന്നീട് അവർ മുതിർന്നതിന് ശേഷം മാതൃകയായിട്ട് മറ്റു പലരെയും കാണുമായിരിക്കാം. പക്ഷേ നല്ല തിരിച്ചറിവ് വരുന്നവരെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് അവരുടെ റോൾ മോഡലുകൾ. പിന്നീട് റോൾ മോഡലായിട്ടൊക്കെ സിനിമാ നടന്മാരും നടിമാരും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ചിന്തകന്മാരും ഒക്കെ വേറെയുണ്ട്. കാരണം അവരവരുടെ സംസ്കാരത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ ആളുകളെ ഓരോരുത്തരും മാതൃകയാക്കി മാറ്റുകയാണ്. അപ്പം നമ്മുടെ സംസ്കാരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മാതൃകാ വ്യക്തിത്വങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുവരെ കൃത്യമായിട്ട് ഒരു അമ്മയെ റോൾ മോഡലാക്കിക്കൊണ്ടാണ് കുഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ മുൻപിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ, അശുദ്ധമായ വാക്കുകൾ, സംസ്കാരമില്ലാത്ത വാക്കുകൾ, പെരുമാറ്റം ഒന്നും പാടില്ല എന്ന്. എന്തുകൊണ്ടാണ്? ആ കുഞ്ഞുങ്ങൾക്ക് അറിവില്ലെങ്കിൽ പോലും ഈ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അനുകരിക്കും. അത് പിന്നെ അവരുടെ സംസ്കാരമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് എത്രമാത്രം നമ്മളുടെ പാരൻറ്റിങ്ങിൽ വരുന്ന അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാരൻറ്റിങ് ഒക്കെ പലപ്പോഴും പല സ്ഥലത്തും പോയി പഠിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമല്ല പാരൻറ്റിങ് എന്ന് പറയുന്നത്. അത് നൈസർഗികമായിട്ട് നമ്മൾക്ക് നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നമ്മൾക്ക് കിട്ടേണ്ടതാണ്. അത് നമ്മുടെ ഒബ്സർവേഷനിലൂടെയാണ്, നിരീക്ഷണത്തിലൂടെയാണ് പലതും നമ്മൾക്ക്
സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഉൾക്കാഴ്ചയും നിരീക്ഷണ പാഠവും അതേപോലെ തന്നെ അതിൻ്റെ പ്ലസ്സും മൈനസും നല്ലതേത് ചീത്തയേത് എന്ന് കൃത്യമായി തരംതിരിച്ചറിയുവാനുള്ള ആ ഒരു ഉൾബലം, ഉൾക്കാഴ്ച ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ വളർത്തി വലുതാക്കി സംസ്കാര സമ്പന്നതയോടുകൂടി നിർത്തുവാൻ സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തറയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്, ശുചിത്വ ബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാരും ശുചിത്വ വിഷയത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കുക, അവരെ ശരിയായ രീതിയിൽ പഠിപ്പിക്കുക, അങ്ങനെ ഉത്തമ പുരുഷന്മാരായിട്ട് ഉത്തമ വ്യക്തിത്വങ്ങളായിട്ട് അവരെ മാറ്റിയെടുക്കുക. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.